എന്റെ പേര് മറ്റേ അല്ലെങ്കിൽ എന്റെ ഫോട്ടോ എടുത്ത് നീ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഗൾഫിൽ നിന്ന് എന്നിവിടെ എത്തിന്ന് വെച്ചാൽ മതി. നീ ഗൾഫിലായതുകൊണ്ട് വല്ലാണ്ട് തമ്മിൽ നീ കാണിക്കല്ല. നീ നിന്റെ നാട്ടിൽ നീ നാറും. ഞാൻ മണ്ണാർക്കാട് ഉണ്ട്, നിന്റെ വീടിന്റെ അടുത്തുണ്ട്. ഞാൻ നീ നാറാൻ നിൽക്കണ്ട. നീ നാറില്ല, നിന്റെ കുടുംബം നാറും. ഓക്കെ, നിന്റെ കുടുംബം നാറണമെങ്കിൽ നിന്റെ വായ അടക്കി വെച്ചിരിക്കുന്നു. ബാക്കിയുള്ളവരുടെ അടുത്ത് ചലിക്കുമ്പോൾ നീ എന്റെ അടുത്ത് ചലിച്ചിട്ട് നിന്റെ കേണ്ടി അടിച്ചു കൊടുക്കും. ആളപ്പാന്ന് എന്റെ അളാമ സിനാനെ എനിക്ക് നിന്നോട് പുച്ഛ മാത്രമുള്ളടാ തേണ്ടി. നിന്റെയൊക്കെ ചന്തി കഴുകി തന്നാലടാ ഞാൻ നാറി. നിന്നൊക്കെ ഞാൻ ഇത്ര എന്താ പറയാ, എന്റെ അളാമ പെറ്റിട്ടപ്പോ ഞാൻ നോക്കിയതാണ് ഈ അളാമാന്റെ മോനെ സിനാന് അഷറഫ്. എന്റെ കല്യാണത്തിന് ഞാൻ എന്താ ഇവന്മാർക്കൊക്കെ ഇപ്പോഴാണ് ഈ ചുണ്ണി ഇത്ര അയക്കുന്നത്. ഇവന്മാർ ഇത്ര ചുണ്ണി ആവുമ്പോ ഞാൻ നോക്കിയതാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഷാജി ഒരു യൂട്യൂബ് ബ്ലോഗറെ വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ മൊത്തം വൈറലാണ്. വളരെ കുട്ടികളൊന്നും അടുത്തിരുത്തി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സ്കിപ്പ് ചെയ്തു പോകണം. അതുപോലെ തന്നെ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നതാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇത് ഉത്തമമെന്നാണ് തോന്നുന്നത്. അത്തരത്തിലുള്ള ഭാഷാ പ്രയോഗമാണ് നമ്മുടെ ഷാജി നടത്തുന്നത്. ഷാജിദ പറയുന്നുണ്ട് അവരുടെ ഫോട്ടോ വെച്ചൊന്നും ആരും വീഡിയോ ചെയ്യാൻ പാടില്ല, അതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കുള്ള ഭീഷണിയാണ്, അവരുടെ നാട്ടിൽ പോയി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഷാജിദയോട് നമുക്ക് പറയാനുള്ള ഇതൊക്കെ യൂട്യൂബ് പോളിസിക്ക് അകത്ത് നിന്നുകൊണ്ടും ഈ രാജ്യത്തുള്ള നിയമ സംവിധാനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടും തന്നെയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കും അത് ബാധകമാണ്. അങ്ങനെ ആരെങ്കിലും നിയമം ലംഘിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാവുന്നതാണ്. അല്ലാതെ ഇത്തരം വർത്തമാനങ്ങൾ ഒരിക്കലും നമ്മുടെ സമൂഹത്തിനോ നിങ്ങൾക്കോ ഈ നാടിനോ യോജിക്കുന്നതല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ചാനൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ആദ്യമായി ഷാജി ആ യൂട്യൂബറെ പറഞ്ഞ പച്ചത്തെറിയുടെ ചെറിയ ഒരു രൂപം ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. അത്ര വലിയ കവിതയാണ് 37 എന്റെ ഹോട്ടലിൽ വെക്കാം. എടാ നിന്റെ കൂട്ടുകാരൻ നാറിക്ക് അങ്ങനെ ഉണ്ട് പറഞ്ഞാൽ നിന്റെ അടുത്ത് പറയുന്നത് അവൻ എത്ര വലിയ നാറിയാണ്. അത് നീ വീഡിയോ ചെയ്യണം, നീ എത്ര വലിയ നാറിയാണ് കള്ളപ്പാന്നി. എന്റെ പേര് മറ്റേ അല്ലെങ്കിൽ എന്റെ ഫോട്ടോ എടുത്ത് നീ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഗൾഫിൽ നിന്ന് എന്നിവിടെ എത്തിന്ന് വെച്ചാൽ മതി. നീ ഗൾഫിലായതുകൊണ്ട് വല്ലാണ്ട് തമ്മിൽ നീ കാണിക്കല്ല. നീ നിന്റെ നാട്ടിൽ നീ നാറും. ഞാൻ മണ്ണാർക്കാട് ഉണ്ട്, നിന്റെ വീടിന്റെ അടുത്തുണ്ട്. ഞാൻ നീ നാറാൻ നിൽക്കണ്ട. നീ നാറില്ല, നിന്റെ കുടുംബം നാറും. ഓക്കെ, നിന്റെ കുടുംബം നാറണമെങ്കിൽ നിന്റെ വായ അടക്കി വെച്ചിരിക്കുന്നു. ബാക്കിയുള്ളവരുടെ അടുത്ത് ചലിക്കുമ്പോൾ നീ എന്റെ അടുത്ത് ചലിച്ചിട്ട് നിന്റെ കേണ്ടി അടിച്ചു കൊടുക്കും. കള്ളപ്പാന്നി ഇത് നിനക്ക് ഫസ്റ്റ് തരണം ഞാൻ വാണിംഗ് ആണ്. ഇനി മറ്റേ നീ എൻ്റെ ഫോട്ടോ എൻ്റെ എവിടെയെങ്കിലും നീ എൻ്റെ വീഡിയോ ചെയ്തു ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി ഞാൻ കാണിച്ചു തരാം. പെണ്ണ് എന്താണെന്ന് നിനക്ക് ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം. ഷാജിയുടെ വർത്തമാനമാണ് നിങ്ങൾ കേട്ടത്. വളരെ വളരെ മലയാള നിഘണ്ടുവിൽ തന്നെ കാണാൻ പടിയായ ചില വാക്കുകൾ പ്രയോഗിക്കുകയാണ്. ആ വാക്കുകളൊന്നും ഇവിടെ എടുത്ത് പ്രയോഗിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ഈ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ ഒരു ഫാമിലി ആയിട്ടോ നിങ്ങൾ കുട്ടികളെ അടുത്തിരുന്നൊക്കെ കാണുന്ന ആൾക്കാരായിരിക്കും. ഒരു കാരണവശാലും ഇത്തരമൊരു പദപ്രയോഗം നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ കുട്ടികളുടെ മുന്നിൽ നിന്നാണ് നിങ്ങളത് പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു തെറ്റ്. മക്കളെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് എന്ത് കിട്ടിയാലും അത് പഠിക്കാനുള്ള ഒരു ത്വര നമ്മുടെ മക്കളുടെ ഇടയിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ പറയുന്ന ഈ വാക്കുകളെല്ലാം തന്നെ ദിവസേന നിങ്ങളെ ബ്ലോഗുകളിലും നിങ്ങളെ വീഡിയോകളിലും എല്ലാം നിങ്ങൾ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് തന്നെയാണ് നാളെ ആ മക്കളും പറയാൻ കൂടുതലും സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ഇത് തിരുത്തപ്പെടണമെന്ന് പല വീഡിയോകളിലായി നമ്മളും അതുപോലെ തന്നെ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ആവശ്യപ്പെടുന്നത്. പിന്നെ ആ യൂട്യൂബർ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സാരമായ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ തന്നെ സാജിദ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ ഒരു നിയമ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു നാട്ടിൽ എന്ത് തെറ്റ് ആര് ചെയ്താലും നമ്മൾ മുഖം നോക്കാതെ നമുക്ക് നടപടിയെടുക്കാനുള്ള നിയമ സംവിധാനം ഇവിടെ നിലനിൽക്കെ എന്തിനാണ് ആ വ്യക്തിയെ വിളിച്ചുകൊണ്ട് ഇത്തരം മോശകരമായ കാര്യങ്ങൾ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ അയക്കുകയാണ്. അത് അദ്ദേഹം തന്നെ എടുത്ത് രണ്ടാമത് റിയാക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മോശക്കാരാവുന്നത് നിങ്ങൾ തന്നെയാണ് സമൂഹത്തിൻ്റെ മുന്നിൽ. പിന്നെ നിങ്ങളുടെ ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ വിരളി കൊണ്ടതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഈ രാജ്യത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ ഫോട്ടോ വെച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാണക്കാട് തങ്ങന്മാരുടെ ഫോട്ടോ വെച്ച് വീഡിയോ ചെയ്യുന്നു. അതിനൊന്നും ഈ രാജ്യത്ത് യാതൊരു വിലക്കുമില്ല. പിന്നെ ഏതെങ്കിലും കാരണവശാൽ ചെയ്യാത്ത കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ നിങ്ങളെ മോശകരമായ സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കാൻ ഞങ്ങളാരും ശ്രമിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ തന്നെയാണ് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു നെഗറ്റീവ് ഇമേജാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്
ചില ആൾക്കാർ ചിന്തിക്കുന്നത് എന്തിനാണ് നിങ്ങൾ അത്തരം വീഡിയോ എടുത്ത് ചെയ്യുന്നത്, എന്തിനാണ് ഇത്തരം വീഡിയോ ഞങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന, കുടുംബത്തെ മോശമാക്കുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത്, ഇതെല്ലാം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഷാഹിദ ഇത്തരം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ അറിയാതെ പറ്റിപ്പോകുന്ന ഒരു തെറ്റൊന്നുമല്ല. കാരണം ഈ നെഗറ്റീവ് ഇമേജ് ഞാൻ പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മെഹന്തിയുടെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു, അതിലും ഞാൻ പറഞ്ഞിരുന്നു, ഈ നെഗറ്റീവ് ഇമേജ് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ റീച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ അടുത്തിടെ എല്ലാ ഫാമിലി ബ്ലോഗർമാരും നമുക്ക് എടുത്ത TT ഫാമിലി ആവട്ടെ, അല്ലെങ്കിൽ ഷാജിദ ഷാജി ആവട്ടെ, ഇങ്ങനത്തെ പല രേണു സുധി ആവട്ടെ, ഒരുപാട് ആൾക്കാർ ഈയിടെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും, നെഗറ്റീവ് ഇമേജ് ഇമ്പാക്റ്റ് ചെയ്തതിന് ശേഷം അത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ അതിനെ എടുത്ത് റിയാക്ട് ചെയ്യുന്നു, അത് ഒരുപാട് ആളിലേക്ക് എത്തുന്നു, അപ്പോൾ റീച്ച് കൂടുന്നു, അവർക്ക് കൂടുതൽ ഓഫറുകളും അതുപോലെ തന്നെ പ്രൊമോഷൻ വർക്കുകളും എല്ലാം കിട്ടുന്നു. അത് തന്നെയാണ് ഇവിടെ ഷാഹിദ ഷാജിയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ നമ്മളിതെടുത്ത് റിയാക്ട് ചെയ്യുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിന് അറിയേണ്ടതായിട്ടുണ്ട്. ഇതാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം, ഇതാണ് അവർ ചെയ്യുന്നത്, അത് അറിയിക്കേണ്ട ഒരു ബാധ്യത. നമ്മൾ റിയാക്റ്റിംഗ് വീഡിയോ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും എല്ലാത്തരം വീഡിയോകളും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു കാരണവശാലും തീർത്തും നല്ല വീഡിയോ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അതിൽ മോശമുണ്ടാവും, നല്ലതുണ്ടാവും, അതെല്ലാം ഈ കാണുന്ന പ്രേക്ഷകരാണ് വിലയിരുത്തേണ്ടത്. അതുപോലെ തന്നെ ഇളയമാൻ്റെ കുട്ടികളെ പറ്റി ഷാഹിദ ഷാജി പറഞ്ഞ ഒരു വർത്തമാനം തീർച്ചയായിട്ടും മരിച്ചുപോയ വാപ്പാനെ പോലും യാതൊരു വകവെക്കാതെയാണ് ആ കുട്ടികൾക്ക് എത്ര മാത്രം സങ്കടമുണ്ടാകും. നിങ്ങളെ എത്ര അവർ വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞാലും മരിച്ചുപോയ ഒരു മനുഷ്യൻ, അദ്ദേഹം കബറിൽ കിടക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും രൂക്ഷമായ വിമർശനം ഒരു കാരണവശാലും നിങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു എന്ന് എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് സൗകര്യമില്ലെങ്കിൽ തള്ളിക്കളയാം. നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ ഒന്ന് കേൾക്കാം. എന്റെ അളാമ സിനാനെ എനിക്ക് നിന്നോട് പുച്ഛ മാത്രമുള്ളടാ തേണ്ടി. നിന്റെയൊക്കെ ചന്തി കഴുകി തന്നാലടാ ഞാൻ നാറി. നിന്നൊക്കെ ഞാൻ ഇത്ര എന്താ പറയാ, എന്റെ അളാമ പെറ്റിട്ടപ്പോ ഞാൻ നോക്കിയതാണ് ഈ അളാമാന്റെ മോന് സിനാന് അഷറഫ്. എന്റെ കല്യാണത്തിന് ഞാൻ എന്താ ഇവന്മാർക്കൊക്കെ ഇപ്പോഴാണ് ഈ ചുണ്ണി ഇത്ര അയക്കുന്നത്. ഇവന്മാർ ഇത്ര ചുണ്ണി ആവുമ്പോ ഞാൻ നോക്കിയതാണ്. ഓന്റെ കാരണം കൊണ്ടാണ് ഓന്റെ തന്ത പോയത്. അവന്റെ അറ്റാക്ക് വന്നിട്ടാണ് ആ മനുഷ്യൻ മരിച്ചിരിക്കുന്നത്. ആ മനുഷ്യൻ ജീവിച്ച കാലം വരയ്ക്കും ഈ നാറിന്റെ കാരണം കൊണ്ട് ആ മനുഷ്യന് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഈ ദുനിയാവിൽ ജീവിച്ച ജീവിതത്തില് ആ മനുഷ്യന് സന്തോഷം എന്താന്ന് അറിഞ്ഞിട്ടില്ല ആ മനുഷ്യൻ. കാരണം എന്താണ്, ഇങ്ങനത്തെ തെമ്മാടികളല്ലേ വളരുന്നത്. എങ്ങനെ മനുഷ്യൻ ജീവിക്കും നല്ല പോലെ? ആ മനുഷ്യൻ ഞാൻ കാണണ മുതൽക്കേ ഇറച്ചിപ്പണിയാണ്, ബീഫിന്റെ പണിയാണ്. 2 പെൺകുട്ടികളെ കെട്ടിച്ചു, ഒരു പെൺകുട്ടിനെ കെട്ടിച്ചു, ഒരുത്തന്റെ പെൺകുട്ടിന്റെ കെട്ടിയവൻ കള്ളുടിയനാണ്. ഒരുത്തന് എൻഗേജ്മെന്റ് കഴിച്ചു വെച്ചിട്ട് മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയതുകൊണ്ട് അവളായിട്ട് തെരഞ്ഞെടുത്ത ജീവിതം ആയതുകൊണ്ട് കുറച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റവള് കള്ളുടിയനെയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ 2 പെങ്ങന്മാരാണ് അവനക്കുള്ളത്. പിന്നെ തന്റെ പെങ്ങന്മാരുടെ കഥ കേട്ടിട്ടും മകൻ നെല്ലിക്കാട് നാട്ടിൽ അടികൂടി ഒരിക്കൽ അടി കിട്ടിയിട്ട് ഈ കരണം വീങ്ങിയിട്ടുണ്ട്. ഈ കൈയിന്റെ അവിടെ വീങ്ങിയിട്ട് ആ അമ്മായി ഞങ്ങളുടെ അടുത്ത് വന്ന് കരയായിരുന്നു. മോന്റെ തെമ്മാടിത്തരം കണ്ടിട്ടേ. അവന്റെ കൂടെ കൂടിയിട്ട് എന്റെ എളാമാന്റെ 2 മക്കൾ ഇല്ലാണ്ടായി. എന്റെ എളാമാന്റെ മക്കള് 10, 22, 23 വയസ്സായ അഷറഫ്, സിനാൻ. അഷറഫാണ് പൈസ കൊടുത്ത ആള്. സിനാനെ പറയണ തെണ്ടി നായ, നിനക്കാടാ നാറിയ പൈസ എന്നത്. ഞാൻ നിന്റെ വീട്ടില് ഞാൻ എന്റെ ആങ്ങളുടെ അടുത്ത് അഷറഫിന്റെ അടുത്ത് പൈസ ചോദിക്കാൻ വന്നാ നീ ആരടാ നാറി എന്റെ എളാമാന്റെ വീട്ടിൽ വന്ന് തടയാന്? നിന്റെ വാപ്പാന്റെ പേർക്ക് എഴുതിയാടാ വീട്? എന്റെ എളാമാന്റെ പേർക്കുള്ള വീടിടാ. അപ്പോൾ ഷാജിദ പറഞ്ഞ നിങ്ങൾ കേട്ടു കാണും. ആ മകനെ പറ്റിയിട്ട് ആ മകൻ കാരണമാണ് വാപ്പ മരിച്ചു പോയത് എന്നും, അതുപോലെ തന്നെ അത് പോട്ടെ, അങ്ങനെയാണെങ്കിൽ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നമായിട്ട് നമുക്കതിനെ കാണാം. അതുപോലെ തന്നെ 2 പെൺകുട്ടികളെയും കൂടി ഈ സോഷ്യൽ മീഡിയയിലേക്ക് കുത്തിപ്പറിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുകയാണ് ഷാഹിദ ഷാജി നീ ചെയ്തത്. ആ കുട്ടികളെ ഭർത്താക്കന്മാർ കള്ളുകുടിയന്മാരാണ്. അതൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ ഇതുവരെ ആർക്കും അറിയാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ഞങ്ങളോട് വന്ന് നിങ്ങളാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ 2ാമത്തെ കുട്ടി ഒളിച്ചോടിയെന്നും വേറെ പിന്നെ കല്യാണം കഴിച്ചു പോയി എന്നും അതുകൊണ്ട് ആ കുട്ടി ഇപ്പോൾ കുറച്ചെങ്കിലും രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ എന്തൊരു ഉത്തരവാദിത്തമാണ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങളുടെ ഒരു ഫോട്ടോ വെച്ചതിനൊരു യൂട്യൂബറെ ഇത്രമാത്രം തെറി നിങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ ആ 2 പെൺകുട്ടികളുടെ ജീവിതം വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആ നാട്ടിലുള്ള എല്ലാവരും ഈ വാക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന 2 ലക്ഷത്തോളം ആൾക്കാർ, നിങ്ങൾക്ക് സബ്സ്ക്രൈബർ ഉണ്ട്, ആ 2 ലക്ഷത്തോളം ആൾക്കാർ ആ കുട്ടിയെ പറ്റിയിട്ട് നാളെ നേരിട്ട് കാണുന്ന സമയത്തോ സമൂഹത്തിൽ കാണുന്ന സമയത്തോ അവരോട് ഇതിനെപ്പറ്റി മോളെ എന്താണ്, നിന്റെ ഭർത്താവ് കള്ളുകുടിയനാണോ, നീ ഓടിപ്പോയതാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ കുട്ടികൾക്ക് മാനസികമായിട്ട് എത്രമാത്രം വിഷമങ്ങൾ ഉണ്ടാകുമെന്ന് നീ ഒരിക്കലെങ്കിലും ചിന്തിക്കണമായിരുന്നു.
നീയും സിനാനും അല്ലെങ്കിൽ മുത്തുവും അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ ആൺകുട്ടികളെ വെച്ച് പറയുന്നത് പോലെയല്ല ഒരു പെൺകുട്ടികളെ ജീവിതം. നിനക്ക് നിൻ്റെ ജീവിതം വെച്ചെങ്കിലും നീ പഠിക്കണം. നാളെ നിൻ്റെ അതേ അവസ്ഥ ആ കുട്ടികൾക്കും ഉണ്ടാവാനാണ് സാധ്യത. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പോയാൽ ആ കല്യാണം കഴിച്ചു പോയ ഭർത്താക്കന്മാർ എന്തുമാത്രം വിഷമത്തിലായിരിക്കും. അവർക്ക് സമൂഹത്തിൽ ജീവിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം ഒരു കുടുംബത്തെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവച്ചിട്ട് ഇത്തരം മോശകരമായ കാര്യങ്ങൾ പറഞ്ഞ് വളരെ അവരെ എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്തൊരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരാണ് നീ ശ്രമിക്കുന്നത്. വളരെ മോശകരമാണ്. നിൻ്റെ ഇളയമ അല്ലെങ്കിൽ നിൻ്റെ കുടുംബക്കാർ തമ്മിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും കല്യാണം കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടികളെ വെച്ച് കളിക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. പിന്നെ സിനാനെക്കുറിച്ചും അവരെ വൃത്തികെട്ട വേറെ വാക്കുകളൊക്കെ നീ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നിനക്ക് ഉപയോഗിക്കാം, നിനക്ക് എന്തും പറയാം. പക്ഷെ വേറെ ആരും നിന്നെക്കുറിച്ചും അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചും ഒന്നും പറയാൻ പാടില്ല എന്നുള്ള നിങ്ങളുടെ ആ നയം തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റേണ്ടത് തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കൽ കൂടി ഏതെങ്കിലും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കേണ്ട പ്രശ്നവും അതുപോലെ തന്നെ പൈസയുടെ പ്രശ്നവും നിങ്ങൾ സ്റ്റേഷനിൽ കേസ് കൊടുത്തന്ന് 10,000 വാങ്ങി തന്നു ബാക്കി പൈസ കൂടിയും വാങ്ങാൻ സ്റ്റേഷനായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കിയാൽ തീരുന്നൊരു പ്രശ്നം മാത്രമേ നിങ്ങൾ തമ്മിലുള്ളൂ എങ്കിൽ അതെങ്കിലും തീർത്തിനെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വിളമ്പാതിരിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇനിയും ഒരുപാട് തെറ്റുകൾ നിങ്ങൾ ചെയ്യുകയാണ്, ഇങ്ങനെ തന്നെ സോഷ്യൽ മീഡിയയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് ഇനിയും റിയാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. പേടിപ്പിച്ചത് കൊണ്ട് മാത്രം യാതൊരു കാര്യവുമില്ല എന്ന് കൂടി ഷാഹിദയുടെ അറിയിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.